ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ 15,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസൊക്കെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം അങ്ങനെയുള്ള 4 ബെസ്റ്റായിട്ടുള്ള ഫോൺസായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും 100% യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യം തന്നെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നിർബന്ധിച്ച് ഞാൻ പറയുന്നില്ല, വെറുതെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് 1 കമൻറ്റ് എന്തായാലും ഇടാം. അപ്പം ഏതാണെന്നല്ല 4 ഫോൺസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഗാലക്സി M35 5G എന്ന മോഡലാണ്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല. എപ്പോഴും സാംസങ് ഇറക്കുന്ന പോലെ തന്നെ ഇപ്പോഴാണ് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയത്. അതിൻ്റെ മുമ്പേ ഉണ്ടായ കോമൺ ആയിട്ടുള്ള ആ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഡിസൈനാണ് ഇതിനും വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, കാണാൻ വലിയ ഗുണമൊന്നുമില്ല. അങ്ങനെയല്ല, എല്ലാ ഫോണും ഒരുപോലെ ആയതുകൊണ്ട് പിന്നെ ഇതിന് മാത്രം പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു നോർമൽ ഡിസൈനായിട്ടാണ് ഉള്ളത്. ഡിസ്പ്ലേ ആണെങ്കിൽ 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ അമോൾഡ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിനെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിലൊന്നും നമുക്ക് എന്നും പറയാനില്ല. സാംസങ് ആണ്, ബെസ്റ്റാണ്. നോച്ചിലല്ല കേട്ടോ സെൽഫി ക്യാമറ വരുന്നുണ്ട്. സാംസങ് ആയതുകൊണ്ട് നോച്ചല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. നോച്ചല്ല, പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് വരുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ. ദെൻ ക്യാമറ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MB മാക്രോ ക്യാമറയും 13 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും റിയറിലും 1080p 4K 13 FPS ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ റെക്കോർഡിങ്. അത് സാംസങ് ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്ത ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ പോലും 10-50,000 രൂപ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഫോണിൽ പോലും, പറഞ്ഞിട്ടല്ല, ആ പ്രൈസിന് വിൽക്കുന്ന ഫോണിൽ പോലും സെൽഫി ക്യാമറയിൽ 4K ഇല്ലാത്ത ചില ഫോൺസ് ഉണ്ട്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് ഈസ് സോ ഫാർ ബെറ്റർ. ആ കാര്യത്തിൽ സെൽഫി ക്യാമറയിലടക്കം 4K കൊടുത്തിട്ടുണ്ട്. അത് ബെസ്റ്റാണ്. ക്യാമറ വൈസ് ഈ ഒരു ഫോൺ വേറെ ലെവലാണ്. ബട്ട് നിങ്ങൾ ക്യാമറ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം വിലയിരുത്താം. ദെൻ ഇതിൽ വരുന്ന ചിപ്സെറ്റാണ്. ഇതിൽ വരുന്നത് എക്സിനോസിൻ്റെ 1380 ചിപ്സെറ്റ് വരുന്നുണ്ട്. എക്സിനോസ് അല്ലേ IA എന്ന് പറയുന്നവരോട് ഇതിൻ്റെ ആൻറ്റി സ്കോർ വന്നിട്ട് 6,20,000 വരുന്നുണ്ട്. അതായത് ഈ റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് ആൻറ്റി സ്കോർ തന്നെ ഇതിന് വരുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിലും നോ ഇഷ്യൂസ്. എക്സിനോസ് പഴയതുപോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എക്സിനോസ് ആയതുകൊണ്ട് ഒരു ഇതിലേക്ക് പോകണ്ട. പക്ഷേ നിങ്ങൾ ഗെയിമിംഗ് ഓറിയൻ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് എടുക്കണ്ട, അത്രയേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ എല്ലാം നൈസായിട്ട് ഈ ഒരു ഫോണിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് എന്താണ്, ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. 4+5 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും ഇതിൽ കിട്ടുന്നുണ്ട്. സോ ആ കാര്യത്തിലൊന്നും നോ ഇഷ്യൂസ്. പിന്നീട് 6000 mAh ബാറ്ററിയും 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ. ബോക്സിനകത്ത് ചാർജർ കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല, കാരണം ബ്രാൻഡ് സാംസങ് ആണ്. ഇനി പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 6GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 14,445 രൂപയായിട്ടാണ് വരുന്നത്. ഒരു വൃത്തിയായിട്ട പ്രൈസ് പോയിൻ്റ് ആണ്, 445 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്താണ്, ബെസ്റ്റ് സാംസങ് ഫോൺ. അങ്ങനെയല്ല, ബെസ്റ്റ് ഫോൺ. സാംസങ്ങിൻ്റെ ബെസ്റ്റ് ഫോണല്ല ആണ്, പക്ഷേ എല്ലാത്ത രീതിയിൽ ഇതൊരു ബെസ്റ്റ് ഫോൺ ആണ്. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത വിവോയുടെ T4X 5G എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. ബാക്കിൽ ഡൈനാമിക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പച്ചയോ മഞ്ഞയോ ചുവപ്പോ എന്ത് വേണമെങ്കിലും അത് കളർ മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു ഡൈനാമിക് ലൈറ്റ് ബാക്കിൽ വരുന്നുണ്ട്. ദെൻ ഡിസ്പ്ലേ ആണെങ്കിൽ 6.72 ഇഞ്ച് വരുന്ന ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. വിത്ത് 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ വരുന്നില്ല, അതൊരു പോരായ്മയായിട്ട് പറയാം. പക്ഷേ ഈ ഒരു ഫോൺ മെയിനായിട്ട് പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നമുക്ക് എന്താണ്, AMOLED ഡിസ്പ്ലേ വരുന്നില്ല. പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂളിൽ തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ വരുന്നത്. ബാക്കിയെല്ലാം നൈസായിട്ട് വരുന്നുണ്ട്. ദെൻ ക്യാമറ ആണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്, 8 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. റിയർ ക്യാമറയിൽ 4K 13 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയിലാണെങ്കിൽ 1080p മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ക്യാമറ വൈസ് ഒക്കെ ഒരു ഡീസൻറ്റ് ക്യാമറ എന്നല്ലാതെ ബെസ്റ്റ് ഇൻ ക്ലാസ് ക്യാമറ ഒന്നും ഇതിന് വരുന്നില്ല. ഒരു ഡീസൻറ്റ്
നല്ല ക്യാമറ ഇതിന് വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ചിപ്സെറ്റ്. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 എന്ന ഈ ഒരു പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെ ഇതിന് വരുന്നുണ്ട്. ആൻറ്റി സ്കോറൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 7,20,000 ഒക്കെ കിട്ടുന്നുണ്ട്. സോ ബെസ്റ്റ് ലെവൽ ഓഫ് ആൻറ്റി സ്കോറും പെർഫോമൻസൊക്കെ വരുന്നുണ്ട്. LPDDR4X RAM യൂസ് ഓഫ് 3.1 സ്റ്റോറേജ് അടക്കം ഈ ഒരു പ്രൈസ് പോയിന്റ് തന്നെ വിവോ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഇതിന് വരുന്നുണ്ട്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 6500 mAh ഒരു വലിയൊരു ബാറ്ററി ഇതിന് വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. സോ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് ആണ് മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഇതെടുത്തോ. കാരണം നല്ല വൃത്തി ഗെയിം കളിക്കാം, നല്ല ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ഫോൺ. ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 6GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 13,999 വരുന്നത്. സോ 14,000 രൂപക്ക് നല്ലൊരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ. ദെൻ ഈ ലിസ്റ്റിലെ അടുത്ത മൂന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ നാസോ 70 ടർബോ എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്, ഒരു നല്ല രസമുണ്ട്. ബീക്ക് ലെതറായിട്ടും വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കായിട്ടും വരുന്നത്. കളർ ഡിഫറൻസിൻ്റെ കാര്യത്തിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഡിസ്പ്ലേ ആണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് OLED ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഇതിന് റിയൽമി കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാമറ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസർ കൊടുത്തിട്ടുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ. റിയർ ക്യാമറയിൽ 4K 30fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറ 1080p മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഇതും ഒരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ്. ചിപ്സെറ്റ് വന്നിട്ട് മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 എന്ന പ്രോസർ വരുന്നുണ്ട്. അറൗണ്ട് ഒരു 7,50,000 ആ റേഞ്ചിലുള്ള ആൻറ്റി സ്കോർ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രോസറിൻ്റെ ഏറ്റവും ഒരു മാക്സിമം ലെവൽ ഓഫ് പെർഫോമൻസ് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ആണെങ്കിൽ റിയൽമിയുടെ നാസോ സീരീസ് ആണ്. ഗെയിമിംഗ് ഒക്കെ സോ ഫാർ ബെറ്റർ ആണ്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നീട് Android 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. സോ ഇതും ഒരു പെർഫോമൻസിൽ ബെസ്റ്റായിട്ട് നിൽക്കുന്നൊരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 6GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 14,973 രൂപയായിട്ടാണ് വരുന്നത്. ഒരു വൃത്തിയായിട്ട പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. എന്നാലും 15,000 രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ദെൻ ഈ ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് ഫൈനലായിട്ടുള്ളൊരു ഫോൺ എന്ന് പറയുന്നത് CMF Phone 1 ആണ്. ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതായത് നമുക്ക് ബാക്ക് പാനലൊക്കെ മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ CMF Phone അല്ലെങ്കിൽ നത്തിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഫോൺ. കാരണം ഒരു വെറൈറ്റി, ഒരു ഫൺ ഫാക്ടറൊക്കെ ഉള്ളൊരു ഫോണാണ്. ദെൻ ഡിസ്പ്ലേ ആണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്. 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ അതൊന്നും വരുന്നില്ല, ബട്ട് ഡീസൻറ്റ് ക്യാമറ ഇതിന് വരുന്നുണ്ട്. പെർഫോമൻസ് ആണെങ്കിൽ ഇതിലും മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 6,50,000 ഒക്കെയാണ് ആൻറ്റി സ്കോറൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസും ഇതിന് വരുന്നുണ്ട്. Android 14 ആയിട്ടാണ് വരുന്നത്. 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബോക്സിനകത്ത് ചാർജർ സാംസങ് പോലെ ഇവരും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതും സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. പ്രൈസ് ആൻഡ് വേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6GB 128GB മോഡലിലെ പ്രൈസ് വന്നിട്ട് 13,999 ആയിട്ടാണ് വരുന്നത്. സോ ഈ ഒരു 14,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഫോൺ CMF Phone 1 കിട്ടുന്നുണ്ട്. ഓവറോൾ 15,000 രൂപ റേഞ്ചിൽ ഈ 4 ഫോൺസാണ് ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഫോൺസ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ 4 ഫോണിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതും കൂടെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ പറ്റിയിൽ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അതും കൂടെ എന്തായാലും ഒപ്പീനിയൻ എന്തായാലും പറയാം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ പറഞ്ഞോ.
അഭിപ്രായം പറ, എന്നാൽ മാത്രമേ എനിക്ക് വലുതാവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.